പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ സർക്കാർ. വെടിക്കെട്ടിൽ ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ വെളിച്ചത്തിനും നിറങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്നതാണ് പ്രധാന നിർദ്ദേശം. രാത്രി 10 മണി മുതൽ രാവിലെ 6 വരെ ശബ്ദമുള്ള വെടിക്കെട്ടുകൾ അനുവദിക്കരുതെന്ന നിർദ്ദേശവും വെള്ളത്തിൽ വരച്ച വരയായി. രാജ്യത്തെ നടുക്കിയ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം ആവർത്തിക്കാതിരിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ പ്രധാനപ്പെട്ട ശുപാർശകൾ സർക്കാരിന് നൽകിയത്. 2019 ജൂലൈയിൽ ജസ്റ്റിസ് PS ഗോപിനാഥൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഒളിമ്പിക്സ് മാതൃകയിൽ വെടിക്കെട്ട് നടത്തുന്നതാണ് ഉചിതമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. രാത്രി 10-നും 6-നും ഇടയിൽ ശബ്ദമുള്ള വെടിക്കെട്ടുകൾ പാടില്ലെന്നാണ് മറ്റൊരു ശുപാർശ. ഇനിയൊരു ദുരന്തം ഉണ്ടാകാത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശം പറഞ്ഞത്. അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കിയ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെടിക്കെട്ടുകാർക്ക് ശിവകാശിയിൽ പരിശീലനം നൽകണമെന്നാണ് എക്സ്പ്ലോസീവ് കൺട്രോളറുടെ ശുപാർശ. വെടിക്കോപ്പ് നിർമ്മാണശാലയിലും പൊട്ടിക്കുന്നയിടത്തും കൃത്യമായ പരിശോധന വേണമെന്ന് എക്സ്പ്ലോസീവ് കൺട്രോളർ ശുപാർശ ചെയ്തിട്ടുണ്ട്. പൊട്ടാസ്യം ലോറേറ്റ് അടക്കമുള്ള നിരോധിത വസ്തുക്കളില്ലെന്ന് പരിശോധനയിൽ ഉറപ്പാക്കണം. ചൂട് ഒരു കാരണം മാത്രമാണ്. ചൂട് മാത്രമല്ല, ഇത്ര അഗാധം നമ്മൾ ഈ 1 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനലുകളും വാതിലുകളും പൊളിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള അനധികൃത രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപകട സാധ്യതയുള്ള രാസവസ്തുക്കൾ നിയന്ത്രിക്കണമെന്നാണ് എക്സ്പ്ലോസീവ് കൺട്രോളറുടെ പ്രധാന ശുപാർശ. ജുഡീഷ്യൽ കമ്മീഷന്റെയും എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെയും ഉൾപ്പെടെ നിരവധി ശുപാർശകളുമുണ്ട്. ഇതൊന്നും നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്തതാണ് വെടിക്കെട്ട് അപകടം ആവർത്തിക്കാൻ കാരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.